നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് KSEBിയുടെ TOD മീറ്ററുകൾ. ഇപ്പോൾ TOD മീറ്ററുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ടൈം ഓഫ് ഡേ എന്ന് പറയുന്ന ആ മീറ്ററുകൾ. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പല യൂട്യൂബ് ചാനലിൽ നിന്നും ഒക്കെ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും TODനെ പറ്റി. അതായത് നമുക്ക് പ്രധാനമായിട്ടും വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സമയമാണ് 6 മുതൽ 10 വരെ എന്നുള്ളത്. ആ സമയത്ത് നമുക്ക് വളരെ കൂടുതൽ എനർജി ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു സംവിധാനം. അങ്ങനെയുള്ളൊരു മൂന്നായിട്ട്, അതായത് T1, T2, T3 എന്ന് പറഞ്ഞാൽ നമ്മൾ 3 വിഭാഗമായിട്ട് നമ്മുടെ ടൈം തിരിച്ചതിന് ശേഷം നമ്മുടെ ബില്ലിടുന്ന ഒരു സംവിധാനമാണത്. അപ്പോൾ അതിനെ നമുക്ക് ഈ TODനെ നമുക്ക് തരണം ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് 1400 VA വരുന്ന ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് സോളാർ ഇൻവെർട്ടറാണ്. അപ്പോൾ ഈ യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിനോടുകൂടി നമുക്ക് TOD മീറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ TOD മീറ്ററിങ്ങുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുന്നതെന്നുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടും പറഞ്ഞുതരാം. അപ്പോൾ ഇത് 12 വോൾട്ടിൽ ഓടുന്ന ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് സോളാർ ഇൻവെർട്ടറാണ്. എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, അതായത് എനിക്ക് പലരും മെസ്സേജൊക്കെ ഇട്ടുണ്ട്. ഞാൻ ഇതിന് മുൻപ് വരെ വീഡിയോകളും ചെയ്ത് കഴിഞ്ഞപ്പോൾ സോളാർ ഇൻവെർട്ടർ എന്ന് പറഞ്ഞപ്പം അതിനകത്ത് എനിക്ക് കമൻ്റ് ഇട്ട ആളുകളുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഉണ്ട്, ചേട്ടൻ ഈ കാണിക്കുന്ന ഈ സാധനം ശരിക്കും സോളാർ ഇൻവെർട്ടർ അല്ല, ഇത് സോളാർ PCU ആണ്. അപ്പം ഇനി ചാനലിനകത്ത് വീഡിയോ ചെയ്യുമ്പം PCU എന്ന് പറയണം, സോളാർ ഇൻവെർട്ടറൊന്നും ഉപയോഗിക്കരുതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് സോളാർ ഇൻവെർട്ടറും സോളാർ PCUവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അതായത് ഒരു സോളാർ PCU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ കണ്ടീഷനിങ് യൂണിറ്റ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റിനകത്ത് തന്നെ വലിയൊരു ബോക്സ് ആയിരിക്കും ചിലപ്പോൾ, ഒരു പക്ഷേ അതിനകത്ത് തന്നെ ഇൻബിൽറ്റായിട്ട് MPPTയും ഇൻവെർട്ടറും ചിലപ്പോൾ ബാറ്ററിയും ചില യൂണിറ്റുകളിൽ വരാറുണ്ട്. അപ്പോൾ ബാറ്ററി ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഇൻവെർട്ടറും അതിൻ്റെ ചാർജ് കൺട്രോൾ, അത് ചിലപ്പോൾ ഒരു പക്ഷേ MPPT ആയിരിക്കാം, ചിലപ്പോൾ PWM ആയിരിക്കാം. ഏത് തരമാണെങ്കിലും ഇൻവെർട്ടറും അതിനോടൊപ്പം തന്നെ അതിന് വേണ്ട സോളാറിൽ നിന്നും ചാർജ് ചെയ്യാൻ വേണ്ടുന്ന ആ ഒരു ഉപകരണങ്ങളും എല്ലാം ഒരേ ബോക്സിനകത്ത് തന്നെ വെച്ചിട്ട് അതിൻ്റെ കാലിബ്രേഷനും കാര്യങ്ങളും എല്ലാം അതിനകത്ത് തന്നെ സെറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മളതിലേക്ക് സോളാർ പാനൽ മാത്രം കണക്ട് ചെയ്ത് കൊടുക്കാവുന്ന രീതിയിൽ വരുന്ന ഉപകരണങ്ങളെയാണ് സാധാരണയിൽ സോളാർ PCU എന്ന് പറയുന്നത്. ഒരു സോളാർ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരിക്കലും ചാർജ് കൺട്രോൾ സിസ്റ്റം അതിനകത്ത് ഉണ്ടാവത്തില്ല. പക്ഷേ ഫുള്ളി ഓട്ടോമാറ്റിക് സോളാർ ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെല്ലാം അതിനകത്തുണ്ടാവും. പക്ഷേ നമ്മൾ ചാർജ് കൺട്രോളർ ഇപ്പോൾ ഞാൻ കൊടുക്കുവാണെങ്കിൽ നമ്മളുടെ MPPT അത് ഭിത്തിയിൽ അടിക്കുന്ന ഒരു വലിയ യൂണിറ്റായിട്ട് തന്നെ വെച്ചിട്ട് ഭിത്തിയിൽ അടിച്ചിട്ട് അതിൽ നിന്ന് വലിയ വണ്ണമുള്ള കേബിൾ ഇട്ടിട്ട് നമ്മൾ ബാറ്ററിയിലേക്ക് കൊടുക്കും. അതേപോലെ തന്നെ സോളാർ ഇൻവെർട്ടർ നമ്മൾ വേറെ എക്സ്ട്രാ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വേറെ എക്സ്ട്രാ വെക്കുന്നതാണോ അതോ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഈ PCU മേടിക്കണോ എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഈ സെപ്പറേറ്റ് യൂണിറ്റ് വാങ്ങിക്കുന്നതിനാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നമ്മുടെ സർവീസിങ് വളരെ ഈസി ആയിട്ട് എളുപ്പമായിട്ട് നമുക്ക് സർവീസ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. ഇപ്പം സോളാർ ഇൻവെർട്ടറും അതിനകത്ത് തന്നെ അതിൻ്റെ ചാർജ് കൺട്രോളറും പിന്നെ വലിയ ബാറ്ററി എല്ലാം കൂടെ ഒറ്റ യൂണിറ്റിനകത്താക്കിയിട്ട് അതിനിടെ വലിയ ട്രോളി പോലെ ചക്രമൊക്കെ പിടിപ്പിച്ച് ടയറൊക്കെ വെച്ച് പല കമ്പനികളും ഇറക്കുന്നുണ്ട്. വാങ്ങിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. പല ആൾക്കാരും വാങ്ങിച്ചത് എനിക്കറിയാം, അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞത്. ഇതിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതിനെ മൊത്തത്തോടെ ഇപ്പം അവരുടെ കമ്പനിയെ കൊണ്ടുപോയി സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ വലിയ വാഹനത്തിലൊക്കെ കയറ്റി 2 പേര് 3 പേര് കൂടി പിടിച്ചൊക്കെ ഇതിനകത്ത് കയറ്റിക്കൊണ്ട് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതേപക്ഷെ നമ്മൾ പല യൂണിറ്റായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് സർവീസ് ചെയ്യാനായിട്ടും സാധിക്കും. പിന്നെ ഇതിനകത്തുള്ളൊരു കാര്യം, ഇത് രണ്ടും തമ്മിൽ നമുക്ക് ക്വാളിറ്റിയിൽ വല്ല വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതൊരു സോളാർ PCU ആണ് കേട്ടോ. അതായത് ഇൻവെർട്ടറും അതുപോലെ ചാർജ് കൺട്രോൾ അല്ലാണ്ട് ഇതിനുള്ളിൽ വരുന്ന ഒരു യൂണിറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള യൂണിറ്റ് മേടിച്ച് കഴിയുമ്പോഴുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത്രയും ഈ 2-3 ഹീറ്റ് സിങ്ക് വെച്ചിട്ട് ഇത്രയും പാർട്ട് ഇതിനപ്പുറത്തേക്കുള്ളത് മൊത്തം, അതുപോലെ ഈ ഒരു മേഖലയും ശരിക്കും ഇൻവെർട്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിൻ്റെ ചാർജ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഈ ഹീറ്റ് സിങ്ക് വെച്ചിട്ട് ഇതേലും ഒരു 2 MOSFET ഒക്കെ വെച്ചിട്ട് ഇതുണ്ട് കാണിച്ചിട്ട് കണ്ടോ. ഇതുണ്ട്, ഈ ഒരു ചിപ്പും ഒക്കെ വെച്ചിട്ട് ഇത്രയും ഒരു സംവിധാനം ഉണ്ടല്ലോ, ഇത് മാത്രമാണ് ഇതിൻ്റെ ചാർജ് കൺട്രോളർ എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു PWM ചാർജ് കൺട്രോളറാണ്. അപ്പോൾ ഇൻബിൽറ്റ് ആയിട്ട് വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് എന്ത് സാധനമാണ് ഇരിക്കുന്നതെന്നൊന്നും നമുക്ക് അറിയാനും പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതേപോലെയുള്ള സംഭവത്തിൽ നമുക്ക് കാര്യമായിട്ടുള്ള ചാർജ് ഒന്നും ബാറ്ററി കയറത്തില്ല. അപ്പോൾ നമ്മൾ സോളാർ വാങ്ങിക്കുകയും ചെയ്യും, എന്നിട്ട് നല്ല വില കൊടുത്ത് മേടിക്കുകയും ചെയ്യും, എന്നിട്ട് പിന്നെ നമുക്ക് അതുകൊണ്ട് യാതൊരു ഔട്ട്പുട്ടും ഇല്ലാത്ത ഒരു സാഹചര്യം വരും. അപ്പോൾ ഇത് ഏത് കമ്പനി എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളിതൊന്ന് കാണിച്ചു തന്നുള്ളൂ. ഈ സോളാർ PCU എന്നുകൊണ്ട് എല്ലാവരും പറയുമ്പോൾ എന്താണ് സോളാർ PCU എന്നും അതിനകത്ത് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ഇതിനകത്ത് തന്നെ MPPT നമുക്കറിയാമല്ലോ, MPPT എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ കോയിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ മുമ്പ് പല വീഡിയോയിലും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പം ഇതുപോലുള്ള MPPTകൾ ഇല്ലാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്ക് വളരെ ചെറിയ പൈസയ്ക്ക് ഇത് കസ്റ്റമർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ഇൻവെർട്ടറുകൾ എന്നുള്ളതാണ്, ഈ PCU എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു വ്യത്യാസം. അപ്പം വലിയ കോയിലുകളൊക്കെ വെച്ചിട്ട് വലിയ PC ചെയ്യുന്ന ആളുകൾ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ കൂടുതലും
കാണുന്നത് ഇതുപോലെ ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഹീറ്റ് സിങ്കും ഈ ഒരു ചിപ്പും ഇത്രയും ചെറിയൊരു സംഭവം വെച്ചിട്ട് ഇത് ചെറിയൊരു ചാർജിങ് സംവിധാനം പാനലിൽ നിന്ന് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് ജസ്റ്റ് ഒരെണ്ണം ഞാൻ കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ സോളാർ PCU വെക്കുന്ന അതേ സംവിധാനം നമ്മളൊരു സോളാർ ഇൻവെർട്ടറും MPPTയും ബാറ്ററിയും എക്സ്ട്രാ ഓരോന്നായിട്ട് വേറെ സെപ്പറേറ്റ് വെച്ചിട്ട് ഇതെല്ലാം കാലിബ്രേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് വയറിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു സോളാർ PCU എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ ഫംഗ്ഷനും കൃത്യമായിട്ട് അതേപോലെ തന്നെ സോളാർ ഇൻവെർട്ടർ യൂണിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തും നമുക്ക് കിട്ടും. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോഴുള്ള ഒരു സംഭവത്തിനെയാണ് നമ്മൾ ശരിക്കും സോളാർ PCU എന്ന് പറയുന്നത്. ഈ ഒരു വിഷയത്തിനകത്ത് ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തന്നത്. ഒരുപാട് ആളുകൾ എനിക്ക് ഇത് PCU ആണ് ചേട്ടൻ കാണിക്കുന്നത് ഇൻവെർട്ടർ അല്ല എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വിട്ടതുകൊണ്ടാണ് ഞാനിത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ഷോർട്സ് അല്ല ചെയ്യുന്നത്. നമ്മളെല്ലാ കാര്യവും ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ടൈം നമ്മൾ നോക്കുന്നില്ല, വളരെ കൃത്യമായിട്ട് ഒരേ കാര്യം തന്നെ ചിലപ്പോൾ ആവർത്തിയും ഞാൻ പറയും. ചിലർ പറയുന്നുണ്ട് ആവർത്തനം വരുന്നുണ്ടെന്ന്. ആവർത്തനം വരുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാതെ വരുന്നുണ്ടോ എന്ന് സംശയമുള്ള ഭാഗങ്ങൾ ഞാൻ ചിലപ്പോൾ ഒന്നും കൂടി രണ്ടാമത് ആവർത്തിച്ചും പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് വേറെ സംശയങ്ങൾ വരാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വീഡിയോ കഷ്ടപ്പെട്ടിരുന്ന് ഇത്ര സമയം എടുത്തിട്ട് നിങ്ങൾ കാണേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ വീഡിയോ കൂടുതൽ കൃത്യമായ രീതിയിൽ പറഞ്ഞു പോകുന്നത്, കൂടുതൽ അതിന് ലെങ്ത് വരുന്നതിൻ്റെ കാരണം. അതുപോലെ തന്നെ സോളാർ ഇൻവെർട്ടറിനകത്താണെങ്കിലും സോളാർ PCUവിനകത്താണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമറുകളും അതുപോലെ അതിൻ്റെ കമ്പോണൻസുകളും എല്ലാം നല്ല ക്വാളിറ്റി ആയിരിക്കണം. കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടെയാണല്ലോ നമ്മളിതുണ്ടാക്കുന്നത്. അപ്പം ഇതിനകത്ത് വരുന്ന ട്രാൻസ്ഫോർമർ ഞാൻ കാണിച്ചു തരും. ഒരു ട്രാൻസ്ഫോർമർ ഇത് കണ്ടോ, ഇത് നമ്മുടെ അതിനകത്ത് വരുന്ന ട്രാൻസ്ഫോർമറിൻ്റെ കോപ്പറൊക്കെ ഉണ്ടോ, ഇത് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കോപ്പർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം കോപ്പർ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അലുമിനിയത്തിൻ്റെ ഒക്കെ ട്രാൻസ്ഫോർമറാണ് കൂടുതലും വിപണിയിൽ പലരും വിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ ഈ സോളാറിൽ കൊടുക്കുമ്പോൾ ഒരിക്കലും അലുമിനിയം ചെയ്യുന്നുണ്ട്, പക്ഷേ സോളാറിൽ കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അലുമിനിയം കൊടുക്കത്തില്ല. എല്ലാവർക്കും നമ്മൾ ഈ പക്ക പ്യുവർ കോപ്പറായിരിക്കും കൊടുക്കുന്നത്. കോപ്പർ കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പം ഏറ്റവും കണ്ടക്റ്റീവായിട്ടുള്ള ഒരു മെറ്റൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിൽവറാണ് ഏറ്റവും കൂടുതൽ കണ്ടക്റ്റീവായിട്ടുള്ള മെറ്റൽ. അതായത് ഏകദേശം 62 അതിൻ്റെ ഒരു അളവ് പറയുന്നത്, നമ്മുടെ അതിൻ്റെ കണ്ടക്ഷൻ്റെ അളവ് പറയുന്നത്. അപ്പോൾ 62 സിൽവർ, ഏറ്റവും ടോപ്പ് നിൽക്കുന്ന സിൽവറിന് 62 കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കോപ്പറിന് കൊടുക്കുന്നത് ഏകദേശം 60 ആണ് വരുന്നത്. അപ്പോൾ 60ഉം 62 ചെറിയൊരു വ്യത്യാസമേ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സിൽവറുമായിട്ട് ഈ കോപ്പറിന് വ്യത്യാസം വരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കണ്ടക്റ്റീവായിട്ടുള്ള ഒരു കണ്ടക്ടർ തന്നെയാണ് കോപ്പർ എന്ന് വേണമെങ്കിൽ നമുക്ക് ശരിക്കും പറയാനായിട്ട് പറ്റും. സിൽവറുമായിട്ട് ചെറിയ നേരിയ ഫസ്റ്റിന് വേണ്ടിയിട്ട് തൊട്ട് അടുത്ത് വരുന്ന ഒരു നേരിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. എന്നാലും നമ്മൾ മറിച്ച് അലൂമിനിയം നോക്കുവാണെങ്കിൽ, അതായത് സിൽവർ കഴിഞ്ഞാൽ അതിന് താഴെ കോപ്പറും കഴിഞ്ഞാൽ പിന്നെ അതിന് താഴെ ഗോൾഡാണ് വരുന്നത്. ഗോൾഡിന് 45 വരുന്നത് പോയിന്റ് വരുന്നത്. പക്ഷേ അലുമിനിയത്തിന് വരുമ്പോഴത്തേക്കും 36 വരുന്നുള്ളൂ. 36 എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 60ഉം 36 തമ്മിലുള്ള ഏകദേശം ഇരട്ടിയുടെ അടുത്ത് വ്യത്യാസമാണ് അലുമിനിയവും കോപ്പറും തമ്മിൽ നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് കോപ്പർ ട്രാൻസ്ഫോർമർ മാത്രം നമ്മൾ മെയിനായിട്ടും ഈ സോളാർ ഇൻവെർട്ടറുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇരുമ്പാണെങ്കിൽ 10 വരുന്നു കേട്ടോ, അതിൻ്റെ കണ്ടക്ടിവിറ്റി വരുന്നത് 10. അപ്പോൾ ഈ അതേപോലെ തന്നെ എൻ്റെ ഹീറ്റ് അതിൻ്റെ ഇത് അളവ് നോക്കുവാണെങ്കിൽ നമുക്ക് ശരിക്കും കോപ്പർ തന്നെ ആയിരിക്കും, ഇതേ അളവ് തന്നെയാണ് വരുന്നത്. ഈ രീതിയിൽ തന്നെയാണ് ഇവയുടെ ഹീറ്റിൻ്റെ ഇതും വരുന്നത്. അപ്പോൾ നമ്മൾ കോപ്പറയിലും അലുമിനിയത്തിലും ചെയ്യുന്ന ട്രാൻസ്ഫോർമറുകൾ തമ്മിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോ ലോഡ് കറണ്ട് അത് നമുക്ക് കോപ്പറിൽ എപ്പോഴും വളരെ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലോഡും കൊടുക്കാതെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോപ്പറിൽ നോക്കിയാലും അലുമിനിയത്തിൽ നോക്കിയാലും വലിയ വ്യത്യാസം കാണിക്കത്തില്ല. പക്ഷേ നല്ലൊരു ലോഡ് കൊടുക്കുമ്പോൾ ഒരു 500-1000 വാട്ട് ലോഡ് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ടോട്ടൽ ലോഡിനകത്തുനിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ലോഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കോപ്പർ വെച്ച് ചെയ്യുന്ന നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വളരെ കുറവും അലുമിനിയം വെച്ച് ചെയ്യുന്ന കൂടുതലുമായിരിക്കും. അതിൻ്റെ കാരണം വെച്ചാൽ ഈ കണ്ടക്ടിവിറ്റി കുറവാണ് അലുമിനിയത്തിന് എന്നുള്ള ഒരു പ്രശ്നം കാരണം കൊണ്ടാണ്. അതേപോലെ തന്നെ കോപ്പർ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ മറ്റൊരു കാര്യമാണ് നമ്മളുടെ സോളാർ ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ഇൻവെർട്ടർ ഇപ്പോൾ ഒരു കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സമയത്തേക്ക് നമുക്ക് പവർ കട്ട് വരും. ആ ഒരു സമയത്ത് മാത്രം നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ചാൽ മതി നമ്മുടെ സാധാരണ ഇൻവെർട്ടറുകൾ. പക്ഷേ സോളാർ ഇൻവെർട്ടറിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ദിവസങ്ങളോളം അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങളോളം
ഇത് സോളാറിൽ തന്നെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കണ്ടിന്യൂസ് ആയിട്ട് സോളാറിൽ ഓടിയാലും ഇതിന് യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ കൃത്യമായിട്ടും ഹീറ്റാകാതെ അത് നിന്ന് പ്രവർത്തിക്കുകയും വർഷങ്ങളോളം 10-25 ഒക്കെ വർഷത്തേക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ട്രാൻസ്ഫോർമറൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് എഫിഷ്യൻസി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഈ സോളാറിൽ നിന്ന് കറണ്ട് എടുത്ത് നമ്മളിതെല്ലാം ചാർജ് ചെയ്ത് സെറ്റപ്പ് ആക്കുന്നതുകൊണ്ടൊന്നും നമുക്ക് ഒരു പ്രയോജനം കിട്ടില്ല. അതുകൊണ്ടാണ് അത്രയും ക്വാളിറ്റി ഉള്ളത് തന്നെ നമ്മളിപ്പോഴും സോളാറിൻ്റെ അകത്ത് കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടും അതിൻ്റെ ക്വാളിറ്റി എന്താണ്, വ്യത്യാസം എന്താണെന്നൊക്കെയുള്ളതിനെ പറ്റിയൊക്കെ ഏകദേശം ഒരു ഐഡിയ ആയി കാണും. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയൊരു യൂണിറ്റ്, ഇത് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്, ഇത്തരത്തിലുള്ള ഒരു ഇൻവേർട്ടറും അതേപോലെ തന്നെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു 200 എച്ച് ബാറ്ററി, ഒരു 600 വാട്ടിൻ്റെ ഒരു സോളാർ പാനൽ, അതേപോലെ ഒരു 60 ആംപിയർ MPPT കൂടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ TOD മീറ്ററിംഗ് എന്ന് പറഞ്ഞ സംവിധാനത്തിൽ നിങ്ങൾക്ക് പേടിക്കാനേ ഇല്ല. നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു 6 മണി, നമ്മൾ പകൽ മുഴുവനും ഇത് ഒറ്റ പാനൽ വെച്ചാൽ പോലും സാധാരണ കൊച്ചു വീടുകളാണെങ്കിൽ ഈ സോളാറിൽ തന്നെ ഇത് ഓടും. ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്ന പല വീടുകളിലും ചെറിയ വീടുകൾ അവർ ഈ സോളാറിൽ തന്നെയാണ് അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ വരും. വൈകുന്നേരം കഴിഞ്ഞ് രാത്രിയിലും അവർ ഫുള്ളായിട്ട് 1, 2, 3 ദിവസമൊക്കെ ഉപയോഗിച്ചതിന് ശേഷമാണ് ഒരു ദിവസം KSEB കുറച്ചൊക്കെ ചിലപ്പം ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. കാരണം വെച്ചാൽ ഈ ആളുകൾ ഈ കറണ്ട് വെറുതെ കളയുന്നൊക്കെ നമ്മൾ വെറുതെ പറയുന്നത്. കാരണം ഞാൻ ഈ സോളാർ പാനൽ ഇത് വെക്കുന്നതിന് മുമ്പ് അവർ കുറച്ച് കറണ്ട് വെറുതെ കളയുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മൾ ഈ സോളാർ സിസ്റ്റം ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു, നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും പലരും ചുമ്മാ ആവശ്യമില്ലാത്ത ലൈറ്റുകളൊക്കെ തെളിച്ചിട്ടിരുന്ന ആളുകളാണെങ്കിൽ പോലും ഈ സോളാറിൽ നിന്ന് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കറണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സോളാറിൽ നിന്നുള്ളതാണല്ലോ, എന്നാൽ പിന്നെ നമുക്ക് ഓഫ് ചെയ്തിടാം, ഫാനൊക്കെ ഓഫ് ചെയ്തിടാം. നമ്മുടെ ആവശ്യമില്ലാത്തപ്പോഴൊക്കെ വെറുതെ കിടക്കുന്ന ഫാനുകളും അവർ വെറുതെ കിടക്കുന്ന ലൈറ്റുകളും എല്ലാം അവർ കൃത്യമായിട്ട് ഓഫ് ചെയ്ത് കൂടുതൽ അവർ ശ്രദ്ധിക്കുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. എല്ലാ വീടുകളിലും തന്നെ അങ്ങനെയാണ്. ഞാൻ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ട് അവരെല്ലാം കൂടുതൽ ശ്രദ്ധിച്ച് അവർ കറണ്ട് ഉപയോഗിക്കുകയും മാക്സിമം KSEB നിന്ന് കറണ്ട് എടുക്കാതെ അവർ ഈ സോളാർ തന്നെ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കൊച്ചു സിസ്റ്റം ചെറുത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും TODയിൽ നിന്നും നിങ്ങൾക്ക് ഉറപ്പായിട്ടും രക്ഷപ്പെടാം. ഇപ്പോൾ TOD ഇപ്പോൾ സ്മാർട്ട് മീറ്റർ വന്നാലും ശരിക്കും ഈ TOD അതിനകത്തും ഇൻക്ലൂഡ് ആയിട്ടാവട്ടോ വരുന്നത്. അല്ലാതെ അതിന് പലരും എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു സ്മാർട്ട് മീറ്റർ വന്നാൽ പിന്നെ TOD ഔട്ടാവും, പ്രശ്നം അത് അങ്ങനെ ഒരു സംഭവമില്ല കേട്ടോ. അതിനകത്ത് രണ്ടിനകത്തും TOD തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 6 മുതൽ 10 വരെയുള്ള ഈ സമയം നമുക്ക് എന്താണെങ്കിലും സോളാർ തന്നെ പോകും. അത്യാവശ്യം വെയിൽ ഇച്ചിരി കുറവുള്ള ദിവസങ്ങളിൽ, അപ്പോൾ ഇച്ചിരി മഴക്കാലമുള്ള സമയത്താണെങ്കിൽ പോലും 10 മണി വരെ നമുക്ക് എങ്ങനെയാണെങ്കിലും സോളാർ തന്നെ തള്ളിപ്പോകും. അത് കഴിഞ്ഞിട്ട് അത് KSEBയിലോട്ട് ഒരു സിംഗിൾ പാനൽ വെച്ച ആൾക്കാരൊക്കെ ആണെങ്കിലും സാറിന് ഇതിൽ മാറത്തുള്ളൂ. പലരുടേതും രാത്രി ഫുള്ള് പോകില്ല ഞാൻ പറഞ്ഞു. പക്ഷേ മഴക്കാലത്തൊക്കെയാണ് ഇപ്പം എനർജി കുറവാണ് ഉൽപ്പാദനമെങ്കിൽ പോലും ഒരു 10 മണി വരെ നമുക്ക് പോകാനായിട്ടുള്ള സാറിന് ഇതിൽ നമുക്ക് കിട്ടും. പിന്നെ ഈ KSEBയുടെ TOD മീറ്ററിങ്ങിനെ പറ്റി നമ്മളൊന്ന് പറയുവാണെങ്കിൽ അത് നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ജനങ്ങളോട് ഈ TOD മീറ്റർ വെച്ചുകൊണ്ട് KSEB നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് എനിക്കതിനകത്ത് പറയാനുള്ളൊരു കാര്യം. കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർ ജീവിക്കുന്ന സമയമാണ് ഈ 6 മണി മുതൽ 10 മണി വരെയുള്ള ഒരു സമയമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പം എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്, എന്തിനാ നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, KSEB എന്നാ കാണിച്ചാലും ഇതിനകത്തൊന്നും ഒരു മാറ്റം വരുത്താനോ ഒന്നും പോകുന്നില്ല, പിന്നെ എന്തിനാ വെറുതെ പറഞ്ഞതെന്ന്. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിതുപോലെ പ്രതികരിച്ചില്ലെങ്കിൽ, നമ്മളെ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ, ജനങ്ങൾ ഇതിനകത്ത് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം KSEBിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്തൊരു ബിസിനസ് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവരെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ളൊരു പ്രവൃത്തി മറ്റുള്ളവരാരും അറിയുന്നില്ല എന്ന് കണ്ടിരുന്നാൽ വീണ്ടും വീണ്ടും ആ പ്രവൃത്തി ചെയ്യുവാനായിട്ട് അവർക്കൊരു പ്രചോദനം ആകും അത്. അപ്പോൾ അങ്ങനെ ഒരു പ്രചോദനം ആകണ്ടെന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം. അപ്പോൾ അവർക്കത് മനസ്സിലായി. അപ്പോൾ അവരത് വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് പ്രശ്നമാകും, ഇനിയും കൂട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ ചിലപ്പം സമരം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടാകുകയാണ്. ഇപ്പം നമ്മുടെ ഈ സോളാർ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ അതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം സോളാറിനകത്ത് ഒത്തിരി ഇപ്പോൾ പുതിയ സംവിധാനങ്ങൾ വന്നപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എല്ലാ ആളുകളും ഇങ്ങനെ പ്രതികരിച്ചതുകൊണ്ടാണ്. ആരും മിണ്ടാതിരിക്കുവാണെങ്കിൽ ഇവരുടെ അടുത്ത് ഇതെല്ലാം നടക്കും, അപ്പോൾ നമുക്കിത് നടത്താം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പോകാനായിട്ടുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കണം, നമ്മൾ സംസാരിക്കണം, പറയണം. എല്ലാ ആൾക്കാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും എല്ലാവരും ഇത് കേൾപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മാക്സിമം ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് KSEBയുടെ ഈ നടപടിക്രമമാണ്. ഈ TOD ബില്ലിങ്ങിൻ്റെ ഒരു കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പം ഞാൻ തൊടുപുഴ നിന്നും KSRTC ബസ്സിൽ എറണാകുളത്തിന് പോകാനായിട്ട് രാവിലെ ഒരു 8:30 ആകുമ്പം സ്റ്റാൻഡ് ചെല്ലുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് അവിടെ ചെല്ലുന്ന കഴിയുമ്പോൾ സാറിന് KSRTC ബസ് രാവിലെ 8:30 ആകുമ്പം പോകുന്നത് ഒരു ബസ്സാണ്. അപ്പോൾ ചെന്നിരിക്കുന്ന ആളുകൾ ഒരു 10-300 പേരാണ് സ്ഥിരമായിട്ട് ചെല്ലുന്നതെന്ന് വരികിൽ KSRTCക്ക് ഇതിനെ തരണം ചെയ്യാൻ 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്നെങ്കിൽ അവർക്ക് ടിക്കറ്റ് ചാർജ് ഒരു 250 രൂപയാക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് 250 രൂപ കൊടുത്തിട്ട് എറണാകുളത്തിന് പോകാൻ എൻ്റെ ഇടാവ് ഞാനൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ പകുതി മുക്കാലും പേരും ഒഴിവായി പോകും. ബാക്കി അത്യാവശ്യം വലിയ ആശുപത്രി കേസുള്ളവർ അങ്ങനെയുള്ളവർ മാത്രമേ അന്നേരം എറണാകുളത്തിന് 8:30 250 രൂപയും കൊടുത്ത് പോകത്തുള്ളൂ.
അപ്പം ബാക്കിയുള്ള ബസ്സിൽ പിന്നെ അതിന് സമയത്ത് പോട്ടെ എന്ന് വെച്ച് അവർക്ക് വേണമെങ്കിൽ അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാം. രണ്ടാമത് വേണമെങ്കിൽ അവർക്ക് അതേ സമയത്ത് 8:30 ആകുമ്പോൾ ഒരു 3 ബസ് അങ്ങ് ഇടുക. ഒരു ബസ്സിൻ്റെ സ്ഥാനത്ത് 3 ബസ്സാക്കുന്നു. അപ്പോൾ എന്നാണ് അന്നേരം ചെന്ന് ഈ 300 ആളുകളെയും അവർക്ക് ഈസി ആയിട്ട് എറണാകുളത്തിന് എത്തിക്കാനും പറ്റും. ആളുകൾക്കെല്ലാം വളരെ സന്തോഷമാകും. കൃത്യമായിട്ട് സമയത്ത് സുഖമായിട്ട് സീറ്റിലിരുന്ന് എല്ലാവർക്കും യാത്ര ചെയ്ത് എറണാകുളത്ത് എല്ലാവരും പറ്റി. ടിക്കറ്റ് ചാർജ് തൊട്ട് കൂടിയിട്ടുമില്ല. എന്നാൽ KSRTCയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിലോ അവർക്ക് ഇത്രയും കൂടുതൽ ആളുകളെയും കൊണ്ട് 3 ട്രിപ്പ് പോകാനായിട്ട് പറ്റിയതുകൊണ്ട് കൂടുതൽ പൈസ അവർക്ക് അതിനകത്ത് സ്വരൂപിക്കാനും പറ്റും. അത് സ്വീകരിക്കാറുള്ള നിലപാട് ഞാൻ കാണുന്നതാണ്. പല റൂട്ടുകളിലും ബസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ KSRTC കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നത്. അതേപക്ഷം KSEB ആ സ്ഥാനത്ത് എന്താണ് ചെയ്യുന്നത്? 250 രൂപയാക്കി വർദ്ധിപ്പിക്കുകയാണ് ടിക്കറ്റ് ചാർജ്. അതായത് നമുക്ക് കറണ്ട് ചാർജ് വളരെയധികം വർദ്ധിപ്പിക്കുമ്പോൾ നമ്മളിത് യൂസ് ചെയ്യില്ല, ഉപയോഗിക്കാതെ ഇരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഈ ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കുന്ന ആ 250 രൂപയാക്കുന്ന നടപടിയാണ് KSEB ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഇത് ഒരേപോലെയുള്ള സ്ഥാപനങ്ങളാണെന്നുള്ളത് നമ്മൾ വിചാരിക്കണം. അതുകൊണ്ടാണ് ഞാനിതിനെ രണ്ടിനെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഈ KSEBയുടെ ഫിക്സഡ് ചാർജ് കുറയ്ക്കണമെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് വന്ന് കുറച്ച് ആൾക്കാർ കമൻറ്റ് ഇട്ടു. അതുപോലെ തന്നെ എനിക്ക് വാട്സപ്പിനകത്തൊക്കെ മെസ്സേജ് ഇട്ട ഒരു കേസാണ് ഇത്. എല്ലാ രാജ്യങ്ങളിലും ഈ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിൽ ഈ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. പിന്നെ നമുക്ക് മാത്രമേ ഇതിനകത്ത് മാറി നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാണ് പലരും മെസ്സേജ് ഇട്ടത്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ മറ്റ് രാജ്യങ്ങളെ കണ്ട് അതേപോലെ തന്നെ അല്ല നമ്മുടെ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. അങ്ങനെയല്ല നടപ്പിലാക്കേണ്ടത്. നമ്മുടെ ഇത് ഇന്ത്യയുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഓരോ പൗരന്മാരും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും അവരുടെ ഇഷ്ടങ്ങളും കൂടെ നോക്കി വേണം നമ്മുടെ രാജ്യം ഓരോ കാര്യങ്ങളും തീരുമാനിക്കാനായിട്ട്. അല്ലാതെ മറ്റ് അമേരിക്ക, ഓസ്ട്രേലിയ, ജർമ്മനി, ജപ്പാൻ, ചൈന അവരൊക്കെ എന്താ ചെയ്തെന്ന് നോക്കിയതിന് ശേഷം അതിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയല്ല ശരിക്കും ചെയ്യേണ്ടതെന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം. രണ്ടാമത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ നോക്കുവാണെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം വലിയ പ്രധാനപ്പെട്ട രാജ്യമായിട്ടുള്ള US എടുത്താലും അതുപോലെ യൂറോപ്യൻ കൺട്രിയൊക്കെ ഏതെടുത്താലും, ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് പുള്ളിക്കാരന് പല്ല് പറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നു വേറൊരു രാജ്യത്തു നിന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, സുഹൃത്തെ ഒരു പല്ല് പറിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഫ്ലൈറ്റും പിടിച്ച് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം, പുള്ളി എന്നോട് പറഞ്ഞതെന്നറിയോ? എന്നോട് പുള്ളി പറഞ്ഞത്, പുള്ളിയുടെ ഈ പല്ലിൻ്റെ ചികിത്സ അവിടെ നടത്തുകയാണെങ്കിൽ ഇവിടെ പുള്ളി ഫ്ലൈറ്റിന് ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന ചാർജും ഇവിടുത്തെ അതിൻ്റെ ചികിത്സാ ചെലവുകളും എല്ലാം കൂടെ കൂട്ടുന്നതിൻ്റെ 4 ഇരട്ടി പൈസ അവിടെ കൊടുത്തെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ചികിത്സ അവിടെ നടക്കുള്ളൂ എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ പല്ലിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പുള്ളി അവിടുന്ന് ഫ്ലൈറ്റിന് കയറി ഇവിടെ വന്ന് പല്ല് ചികിത്സ കഴിഞ്ഞ് പുള്ളി ഇവിടുന്ന് തിരിച്ചു പോയത്. അപ്പോൾ ഇതാണ് മറ്റ് രാജ്യങ്ങളിലെ അവസ്ഥ എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ പുള്ളി എന്നോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഈ പല്ലിൻ്റെ ഈ പ്രശ്നം ശരിയാക്കണമെങ്കിൽ പുള്ളി അവിടെ ഒരു 3-4 മാസം വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ, അപേക്ഷയും കൊടുത്തിങ്ങനെ നോക്കിയിരുന്നെങ്കിൽ മാത്രമേ ഈ ചികിത്സ കിട്ടത്തുള്ളൂ. പല്ലുവേദന കാരണം എനിക്ക് യാതൊരുവിധ രക്ഷയില്ലാത്തതുകൊണ്ടും കൂടിയാണ് ഞാനിങ്ങോട്ട് പോകുന്നത് സുഹൃത്തേ എന്നാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ ഒരു സുഹൃത്താണ് പുള്ളി. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇപ്പോൾ സിംബാബ്വെ എന്ന് പറഞ്ഞൊരു രാജ്യം, അവിടുത്തെ ഒരു സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, പുള്ളിക്കാരന് ഒരു സാധനം കണ്ടുപിടിച്ചു. അതായത് ഫ്രീ എനർജി. ഞാൻ ഈ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് നോക്കിയപ്പം എനിക്ക് കാണാനായിട്ട് പറ്റിയൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള പെട്രോളോ ഡീസലോ സംഭവങ്ങളോ ഏതൊന്നുമില്ലാതെ കൊണ്ട് ഫ്രീ ആയിട്ട് എനർജി ഉപയോഗിച്ചുകൊണ്ട് പുള്ളിക്കാരൻ പുള്ളിയുടെ TV വർക്ക് ചെയ്യിപ്പിക്കുന്നു, പുള്ളിയുടെ കാർ ഓടിക്കുന്നു, പുള്ളിയുടെ ബൈക്ക് ഓടിക്കുന്നു, വലിയ ജനറേറ്റർ പോലുള്ള വലിയ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പുള്ളിയുടെ വീട്ടിലേക്കുള്ള സപ്ലൈ കാര്യങ്ങൾ ഇതെല്ലാം ഓടിക്കുന്നു പുള്ളി. ഇതെല്ലാം അദ്ദേഹം ഈ ഫ്രീ എനർജിയിൽ നിന്നാണ്. പുള്ളി അതിനകത്ത് പറയുന്നത് മൈക്രോസോണിക് എനർജി ആണ് ഈ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടെ വരുന്ന മൈക്രോവേവുകൾ പോലെയുള്ള വേവുകളെ പുള്ളി ഈ ഉപകരണം ഉപയോഗിച്ച് പിടിച്ചെടുത്തിട്ട് അതിൻ്റെ എനർജീനെ ആംപ്ലിഫൈ ചെയ്തതിന് ശേഷമാണ് ഈ TVയും അതേപോലെയുള്ള ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും വീട് മുഴുവനും കാറും എല്ലാം ഓടിക്കുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം അത് ആർക്കും വേണമെങ്കിലും അങ്ങനെ പറയാം, പ്രശ്നമില്ല. പക്ഷേ അതിനകത്ത് വിഷയം എവിടെയാണെന്ന് ചോദിച്ചെന്നാൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എൻ്റെ വീഡിയോസുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തെ ഒരു വിഷയം എവിടെയാണെന്ന് ചോദിച്ചെന്നാൽ ഇദ്ദേഹത്തിന് ആ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ്, അതായത് ഒറിജിനൽ സിംബാബ്വേയുടെ പ്രസിഡൻറ്റ് വന്നിട്ട് അനുമോദിക്കുകയാണ്, തോളയിലൊക്കെ തട്ടി ഇത് നല്ല കണ്ടുപിടുത്തമാണെന്ന് പറഞ്ഞ്. അപ്പോൾ അതിനകത്ത് വിഷയം എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ കണ്ടുപിടുത്തം നടത്തിയെന്ന് പറയുന്ന ഈ മനുഷ്യനെ അവിടുത്തെ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് വന്നിട്ട് തോളെ തട്ടി അഭിനന്ദിക്കുന്നതായിട്ടുള്ള വീഡിയോസുകളൊക്കെയാണ്. അതായത് പുള്ളിയുടെ വീട്ടിൽ കാണാൻ വന്ന് പുള്ളിനെ വളരെ കാര്യമായിട്ട് ഇത് വളരെ നല്ല കണ്ടുപിടുത്തമാണെന്നുള്ള രീതിയിൽ വന്ന് പുള്ളിനെ അഭിനന്ദിക്കുന്നതായിട്ടുള്ള വീഡിയോകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ ഇതേപോലത്തെ ഫ്രീ എനർജി ആണെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും വന്നിട്ട് അഭിനന്ദിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ അത് കൃത്യമായിട്ടുള്ള സംഭവമാണല്ലോ എന്ന് കൺഫേം ചെയ്യണം. അല്ലാതെ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരൊന്നും ഒരിക്കലും അഭിനന്ദനമായിട്ട് അങ്ങോട്ട് പോകത്തില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞത് മറ്റു രാജ്യങ്ങളിൽ ഇങ്ങനെ പലതും നടക്കും. നമ്മളുടെ രാജ്യത്ത് ആ രാജ്യം നോക്കിയല്ല നമ്മൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ ഫിക്സഡ് ചാർജ് എടുക്കുകയായിരിക്കും എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അവരുടേതായിട്ടുള്ള രീതി ചെയ്തോട്ടെ, നമുക്കത് നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യത്ത് നമുക്ക് ഈ ഫിക്സഡ് ചാർജ് ഇല്ലാതെ എന്തുകൊണ്ട് കറണ്ട് വിതരണം ചെയ്തുകൂടാ? നമ്മുടെ യൂണിറ്റിനകത്ത്, അതായത് നമ്മുടെ കറണ്ടിൻ്റെ യൂണിറ്റ് തന്നെ അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ പോരെ എന്നാണ് ഞാൻ ചോദിച്ചത്. അന്നേരം ആണ് ഈ മെസ്സേജും ഈ കമൻറ്റും എനിക്ക് കുറച്ച് പേര് എനിക്ക് അയച്ചത്. അതുകൊണ്ട് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ TOD മീറ്ററോ സ്മാർട്ട് മീറ്ററോ വന്നാൽ നമുക്ക് ഈ 6 മുതൽ 10 വരെയുള്ള ആ ഒരു സമയത്തെ ഉപയോഗത്തിന് നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. മാത്രമല്ല മൊത്തത്തിലുള്ള നമ്മുടെ കറണ്ട് ചാർജിനെയും അത് വളരെയധികം കുറയ്ക്കാനായിട്ട് ഇടവരുത്തും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നമ്മൾ 6 മുതൽ 10 വരെയുള്ള ആ സമയം, അതാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഒരു ജീവിത സമയം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ. കാരണം രാവിലെ ഇപ്പം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓഫീസിൽ പോകാനോ അല്ലെങ്കിൽ കടയിൽ പോകാനോ സ്കൂളിൽ പോകാനോ ഒക്കെയുള്ള ധൃതിപ്പാടാണ്. പിന്നെ പെട്ടെന്ന് അത് ജീവിതമില്ല. പെട്ടെന്ന് തന്നെ എങ്ങനെയും ഒരുങ്ങി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം പെട്ടെന്ന് വണ്ടിയൊക്കെ എടുത്തു എല്ലാം പോയി. അതിനുശേഷം അവിടെ ചെന്ന് ഓഫീസിൽ ചെന്ന് അതിൻ്റെ തിരക്കുകളും പ്രശ്നങ്ങളുമാണ്. അതിനുശേഷം വൈകുന്നേരം 5 മണി ആകുമ്പോഴത്തേക്കും ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ അന്നേരമാണ് ശരിക്കും കുറച്ച് ജീവിതമുള്ളത്. അന്നേരം മുതൽ TV വെക്കും, ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് TV ഒക്കെ വെച്ച് കാണുക, മറ്റ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാ സംഭവങ്ങളും നടത്തുക, കാര്യങ്ങളും എല്ലാം ആയിട്ട് ഒരു സുഖമായിട്ട് ജീവിതം എന്നുള്ളത് വരുന്ന ഒരു 10 മണി വരെയുള്ള ഒരു സമയമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും കിടന്ന് ഉറങ്ങുകയാണല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കറണ്ട് ആവശ്യമുള്ളൊരു സമയം തന്നെയാണ് 6 മുതൽ 10 വരെയുള്ള. അതിന് കറണ്ട് ചാർജ് കൂട്ടി എന്താണെങ്കിലും മോശമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ്. പിന്നെ അതിനെ നമ്മൾ തരണം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യം. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു യൂണിറ്റ് അവതരിപ്പിച്ചത്. പിന്നെ പറ്റിയുള്ള അഭിപ്രായ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.